ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. ആതിരയുടെ ഗർഭത്തിന്റെ ഉത്തരവാദി താനാണെന്ന് സന്ദീപ് പറയുമ്പോൾ ഇത് കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് എല്ലാവരും. തുടർന്ന് അനൂപ് സന്ദീപിന് നേരെ പാഞ്ഞു ചെല്ലുമ്പോൾ സന്ദീപ് പറയുകയാണ്, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഇന്ന് സത്യം മുഴുവൻ ഞാൻ പറയും. ഞാൻ ഇത്രയും നാളും ആരോടും ഒന്നും പറയാതിരുന്നത് എൻ്റെ അച്ഛനെയും വീട്ടുകാരെയും ഓർത്തിട്ടാ. ഇനിയും ഞാനൊന്നും പറയാതിരുന്നാൽ ഞാനത് ആതിരയോട് കാണിക്കുന്ന ക്രൂരത മാത്രമാ. ഞാനും ആതിരയും കുറേ നാളായി ഇഷ്ടത്തിലാണ്. ഞങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാനാണ് ആഗ്രഹമെന്നും സന്ദീപ് പറയുമ്പോൾ സന്ദീപെ, നീ ഒന്നും മിണ്ടാതിരിക്കാൻ പറയുകയാണ് അവന്തിക. ഏട്ടത്തിയൊന്നും മിണ്ടാതിരിക്കാമോ? എനിക്ക് പറയാനുള്ളത് ഞാൻ എന്താണെങ്കിലും പറയുമെന്ന് സന്ദീപ് ദേഷ്യത്തോടെ പറയുമ്പോൾ സന്ദീപിന്റെ ഭാവമാറ്റത്തിൽ ഞെട്ടലോടെ നിൽക്കുകയാണ് അവന്തിക. തുടർന്ന് അനഘയുടെ അടുത്തേക്ക് ചെന്ന് സന്ദീപ് ചോദിക്കുകയാണ്, നിന്നോട് ഞാൻ എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട് എനിക്ക് നിന്നെ ഇഷ്ടമല്ലെന്നും ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറണമെന്നും? ഞാൻ ആതിരയെ സ്നേഹിക്കുന്ന കാര്യവും നിനക്കറിയാം. അതിപ്പോഴും അങ്ങനെ തന്നെയാ. ഞാനിപ്പോഴും ആതിരയെ ഇഷ്ടപ്പെടുന്നുണ്ട്. എനിക്ക് നിന്നെ ഇഷ്ടമല്ല, ഇനി ഒരിക്കലും എന്നെക്കൊണ്ട് അതിന് പറ്റുകയുമില്ലെന്ന് സന്ദീപ് പറയുമ്പോൾ ഇതൊക്കെ കേട്ട് ആകെ തകർന്നു നിൽക്കുകയാണ് അനഘ. തുടർന്ന് അവന്തിക ചോദിക്കുകയാണ്, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെങ്കിൽ പിന്നെ നീ എന്തിനാ ഇവളുമായിട്ടുള്ള വിവാഹത്തിന് സമ്മതിച്ചത്? ഇത് കേൾക്കുന്ന സന്ദീപ് പറയുകയാണ്, അതെൻ്റെ നിവൃത്തികേട് കൊണ്ട് മാത്രമാണ്. അച്ഛൻ്റെ ഏതോ ഒരു പഴയ ബിസിനസ്സുകാരൻ കൂട്ടുകാരൻ എന്നെ വിളിച്ച് ബ്ലാക്ക്മെയിൽ ചെയ്തു. അനഘയുമായിട്ടുള്ള വിവാഹത്തിന് സമ്മതിച്ചില്ലെങ്കിൽ അയാൾ അവന്തികേട്ടത്തി അടക്കം ഇവിടെയുള്ള എല്ലാവരെയും കൊല്ലുമെന്നാ പറഞ്ഞത്. ഇത് കേൾക്കുന്ന എല്ലാവരും ഒരു ഞെട്ടലോടെ സന്ദീപിനെ നോക്കുകയാണ്. ഏട്ടത്തിയോട് ഞാൻ കുറെ വട്ടം പറഞ്ഞതല്ലേ എനിക്ക് അനഘ ഇഷ്ടമല്ലെന്ന് എന്ന് സന്ദീപ് പറയുമ്പോൾ ഞെട്ടലോടെ നിൽക്കുകയാണ് അവന്തിക. തുടർന്ന് അനൂപ് ചോദിക്കുകയാണ്, അല്ല അവന്തിക ഇപ്പം എന്തു പറയുന്നു? ഞങ്ങൾക്കറിയായിരുന്നു എൻ്റെ അനിയത്തിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണക്കാരൻ ഇവനായിരിക്കുമെന്ന്. ഇവനായിട്ട് തന്നെ തുറന്നു പറയാൻ വേണ്ടിയാ ഞങ്ങൾ ഇത്രയും നേരം മിണ്ടാതിരുന്നത്. തുടർന്ന് സന്ദീപ് പറയുകയാണ്, എനിക്ക് മറ്റാരെയും ബോധിപ്പിക്കേണ്ട, എൻ്റെ അച്ഛനെ മാത്രം ബോധിപ്പിച്ചാൽ മതി. അച്ഛൻ എന്നോട് ക്ഷമിക്കണം, ഞാനൊരു വലിയ തെറ്റാ ചെയ്തതെന്ന് സന്ദീപ് പറയുമ്പോൾ സന്ദീപിൻ്റെ മുഖമടക്കിയൊന്ന് കൊടുക്കുകയാണ് സേതുമാധവൻ. തുടർന്ന് സേതുമാധവൻ ദേഷ്യത്തോടെ പറയുകയാണ്, നീ ഇപ്പോൾ കളിച്ചതേ ആതിരയുടെ മാത്രം ജീവിതം കൊണ്ടല്ല, അനഘയുടെ ജീവിതം കൂടിയാണ് നീ കാരണം ഇപ്പോൾ നശിച്ചത്. ഇപ്പോൾ ഇതെല്ലാം ഇവിടെ നടന്നില്ലായിരുന്നെങ്കിൽ നീ എന്ത് ചെയ്തേനെ? നീ ചെയ്ത തെറ്റിൻ്റെ ശിക്ഷയായിട്ടല്ല ഞാൻ നിന്നെ തല്ലിയത്, നീ എന്നെ ചതിച്ചതുകൊണ്ടാ. ഇത് കേൾക്കുന്ന മാഷ് പറയുകയാണ്, സേതു ഇനി കുറ്റപ്പെടുത്തിയിട്ട് ഞാനും എൻ്റെ മോനും തമ്മിലാണ് സംസാരിക്കുന്നത്, ഇതിൻ്റെ ഇടയ്ക്ക് ആരും സംസാരിക്കേണ്ടെന്ന് മാഷിനെ നോക്കി സേതുമാധവൻ ദേഷ്യത്തോടെ പറയുകയാണ്. നിങ്ങൾ പോലും എന്നോടൊരു വാക്ക് പറഞ്ഞില്ലല്ലോ, ഇതിൻ്റെ അർത്ഥം എല്ലാവരും കൂടി എന്നെ ചതിക്കുകയായിരുന്നല്ലേ? എൻ്റെ മകൻ ഒരു പൊറുക്കാൻ പറ്റാത്ത തെറ്റ് നിങ്ങളുടെ മകളോട് ചെയ്തിട്ടും നിങ്ങൾ ഇങ്ങനെയാണോ പ്രതികരിക്കേണ്ടത്? ഇത് കേൾക്കുന്ന അവന്തിക പറയുകയാണ്, അവരെങ്ങനെ പ്രതികരിക്കും വച്ചാൽ ആതിരയും സന്ദീപിനെയും കൂടി കല്യാണം നടത്തണമെന്നായിരുന്നു ഇവരുടെയൊക്കെ ആഗ്രഹം. അതിപ്പോ ഏത് വിധേനയായാലും ഇവർക്ക് കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് എനിക്കറിയായിരുന്നു, അതുകൊണ്ടാ ഞാൻ ഇവനോട് ആദ്യം മുതലേ ഇത് വേണ്ടെന്ന് പറയുന്നത്. തുടർന്ന് അനഘയെ പിടിച്ച് എല്ലാവരുടെയും നടുക്ക് നിർത്തിയിട്ട് അവന്തിക ചോദിക്കുകയാണ്, ഞാനിപ്പോ ഇവളെ എന്ത് ചെയ്യണം? കൊല്ലണോ? നിങ്ങളുടെ മകളെ പോലെ ഒരു പെണ്ണ് തന്നെയല്ലേ ഇവളും? ആ ചെറുക്കനെ ഓരോന്ന് പറഞ്ഞ് മയക്കിയിട്ട്. ഇത് കേൾക്കുന്ന കമല ദേഷ്യത്തോടെ അവന്തികയ്ക്ക് നേരെ ചെന്ന് ചോദിക്കുകയാണ്, അവന്തിക എന്താ പറഞ്ഞു വരുന്നത്? എൻ്റെ മോള് മാത്രമാണോ ഇവിടെ കുറ്റക്കാരി? ഈ നിൽക്കുന്നവനെ ഞങ്ങളുടെ വീട്ടിൽ വന്നാ പറഞ്ഞത് സേതുവേട്ടനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് സമ്മതിപ്പിച്ച് പെണ്ണ് കാണാനായി വരാമെന്ന്. ഇല്ലെന്ന് സന്ദീപ് പറയട്ടെ. ഇത് കേൾക്കുന്ന സന്ദീപ് തല കുനിച്ചു നിൽക്കുകയാണ്. ഞങ്ങൾ പാവങ്ങളാണെന്ന് കരുതി തലേ കയറുന്നതിന് ഒരു അതിരുണ്ട് അവന്തികയെന്ന് കമല പറയുന്നു. തുടർന്ന് സന്ദീപിൻ്റെ അടുത്തേക്ക് ആതിരെ നിർത്തിയിട്ട് കമല പറയുകയാണ്, ദേ നിൽക്കുന്നു നിന്നെ ചതിച്ചവൻ, നീ അവനോട് ചോദിക്ക്, നിന്നെ ചതിച്ചിട്ട് അവൻ എന്തിനാ വേറെ ഒരു വിവാഹത്തിന് തയ്യാറായതെന്ന്. തുടർന്ന് അവന്തിക പറയുകയാണ്, നിങ്ങൾ എന്തൊക്കെ പറഞ്ഞ് ന്യായീകരിച്ചാലും വിവാഹത്തിന് മുമ്പ് ഒരാളോടൊപ്പം താമസിക്കുകയും ഗർഭിണിയാവുകയും ചെയ്തെന്ന് പറഞ്ഞാലേ നിങ്ങളുടെ മകള് പതിവ്രതയൊന്നുമല്ലല്ലോ. ഇത് കേൾക്കുന്ന അനൂപ് സന്ദീപിനോട് ചോദിക്കുകയാണ്, എൻ്റെ അനിയത്തിയുടെ ജീവിതം നശിപ്പിച്ച് ഇപ്പോൾ ഇങ്ങനെയൊക്കെ കേൾപ്പിച്ചപ്പോൾ നിനക്ക് മതിയായല്ലോ അല്ലേ? തുടർന്ന് വീണ്ടും ആതിരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അവന്തിക ഓരോന്ന് പറയുമ്പോൾ അർച്ചന ചോദിക്കുകയാണ്, ഇവരുടെ കല്യാണം കഴിഞ്ഞിട്ടില്ലെന്ന് ഏട്ടത്തിയോട് ആരാ പറഞ്ഞത്? ഇത് കേൾക്കുന്ന എല്ലാവരും ഒരു ഞെട്ടലോടെ അർച്ചനയെ നോക്കുമ്പോൾ അർച്ചന പറയുകയാണ്, സന്ദീപിന്റെയും ആതിരയുടെയും വിവാഹം കഴിഞ്ഞതാണ്. നിമിഷവും ഇവർ രണ്ടുപേരും ഭാര്യ ഭർത്താക്കന്മാരാണ്. ഞാനാണ് ഇവരുടെ വിവാഹം നടത്തി കൊടുത്തത്. ഇത് കേൾക്കുന്ന എല്ലാവരും ഒരു ഞെട്ടലോടെ അർച്ചനയെ നോക്കുകയാണ്. സന്ദീപും ആതിരയും ആവശ്യപ്പെട്ടിട്ടാ ഞാൻ വിവാഹം നടത്തി കൊടുത്തത്, പക്ഷേ എല്ലാവരോടും പറയാൻ സാധിച്ചില്ലെന്ന് മാത്രം. ഇത് കേൾക്കുന്ന അനഘ ദേഷ്യത്തോടെ സന്ദീപിന്റെ അടുത്തേക്ക് വന്ന് കോളറിൽ പിടിക്കുകയാണ്. അപ്പോ എന്നെ ചതിക്കുകയായിരുന്നല്ലേ, നിന്നെ ഞാൻ കൊല്ലുമെന്ന് അനഘ പറയുമ്പോൾ അനഘയെ തട്ടി മാറ്റുകയാണ് അവന്തിക. എന്നെ കല്യാണം കഴിക്കാൻ ഒരുങ്ങിയ ഇവൻ മറ്റൊരു പെണ്ണിനെ വിവാഹം കഴിച്ച് ഗർഭിണിയാക്കിയെന്ന് ഈ കാര്യം അറിയുമ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത്?
നീ എന്താണെങ്കിലും അനുഭവിക്കും സന്ദീപേ പറഞ്ഞ് കരഞ്ഞുകൊണ്ട് അനഘ തന്റെ മുറിയിലേക്ക് പോകുന്നു. തുടർന്ന് സേതുമാധവന്റെ അടുത്തേക്ക് ചെന്ന് അച്ഛ എന്ന് അർച്ചന വിളിക്കുമ്പോൾ സേതു പറയുകയാണ്, നീ മിണ്ടരുത്. കുടുംബത്തെയും എന്നെയും ഇവിടെ നിൽക്കുന്നവരെയും എല്ലാം ചതിച്ചിട്ട് വീണ്ടും നിന്ന് വർത്തമാനം പറയുന്നു. ഇവനും ഇവളും കൂടി വന്ന് പറഞ്ഞപ്പോ ഇവരുടെ വിവാഹം നടത്തി കൊടുക്കാനാണ് നീയെങ്കിൽ പിന്നെ ഇവിടെ നിൽക്കുന്ന ഞങ്ങളെല്ലാവരും എന്തിനാ? അതേസമയം സച്ചി മൂർത്തിയെയും കൊണ്ട് നെല്ലിശ്ശേരിയിലേക്ക് വരികയാണ്. ഇനിയും ഞാൻ ഇവിടെ നിന്നാലേ പരിസരം മറന്ന് ഞാൻ പലതും ചെയ്തെന്ന് വരും. ഒരു കാര്യം മാത്രം, നന്ദിയുണ്ട് എല്ലാവരോടും. അത്രയും പറഞ്ഞുകൊണ്ട് സേതു മുറിയിലേക്ക് പോകാൻ ഒരുങ്ങുമ്പോൾ അങ്ങോട്ടേക്ക് മൂർത്തിയെയും കൊണ്ട് വരികയാണ് സച്ചി. മൂർത്തിയെ കണ്ട് ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് അവന്തിക. തുടർന്ന് സച്ചി പറയുകയാണ്, അച്ഛാ എനിക്ക് അച്ഛനോട് ചിലതൊക്കെ പറയാനുണ്ട്. ഇപ്പോതാ ഇവൻ കാരണമാ ഈ വിവാഹം നടക്കാൻ പോകുന്നത്. ഇവനാ സന്ദീപിനെ വിളിച്ച് ബ്ലാക്ക് മെയിൽ ചെയ്തത്. ഇത് കേൾക്കുന്ന സന്ദീപ് ദേഷ്യത്തോടെ മൂർത്തിയെ നോക്കുകയാണ്. എനിക്ക് അച്ഛനോട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറയാനുണ്ടെന്ന് സച്ചി പറയുമ്പോൾ സേതു പറയുകയാണ്, അതവിടെ നിൽക്കട്ടെ. ഇപ്പോൾ ഇവിടെ നടന്നത് എന്തെങ്കിലും നീ അറിഞ്ഞോ? അതോ നീയും അറിഞ്ഞുകൊണ്ടാണോ ഇതൊക്കെ? സന്ദീപും ആതിരയും തമ്മിൽ ഇഷ്ടത്തിലാണെന്നും നിന്റെ ഭാര്യ അവരെ രണ്ടിനെയും കൊണ്ട് രഹസ്യമായി വിവാഹം കഴിപ്പിച്ചതും നിനക്ക് അറിയാമായിരുന്നോ എന്നാ ഞാൻ ചോദിച്ചത്. സച്ചി മറുപടി പറയാൻ ഒരുങ്ങുമ്പോഴേക്കും അർച്ചന പറയുകയാണ്, അറിയില്ലായിരുന്നു. സച്ചിയേട്ടൻ അറിയില്ല. ഞാൻ ഒറ്റയ്ക്കാ എല്ലാം ചെയ്തത്. ഇത് കേൾക്കുന്ന സേതു പറയുകയാണ്, അപ്പോൾ നിന്റെ അറിവിലേക്ക് നീ ഒന്നുകൂടി കേട്ടോ. നിന്റെ അനിയനെ ഒരച്ഛനാകാൻ പോകുന്നു. ഇന്ന് വിവാഹ ജീവിതം സ്വപ്നം കണ്ടു കഴിഞ്ഞ ഒരു പെൺകുട്ടിയുണ്ട്. അവള് ഹൃദയം തകർന്ന് ദേ അപ്പുറത്തെ മുറിയിലിരിപ്പുണ്ട്. നീയും ഞാനുമൊന്നും അറിയാതെ നിന്റെ ഭാര്യ ഇത്രയുമൊക്കെ ചെയ്തു കൂട്ടിയിട്ടുണ്ടെങ്കിലേ എന്റെ മകൻ നല്ലൊരു ഭർത്താവാണോ എന്ന് ആലോചിച്ചു നോക്ക്. ഒരുത്തൻ പണ്ടേ പോയി, ബാക്കിയുള്ള രണ്ടെണ്ണവും അങ്ങനെ തന്നെ പോകുന്നതായിരുന്നു നല്ലത്. എന്റെ മക്കളെയും മരുമക്കളെയും ഓർത്ത് എനിക്ക് അഹങ്കാരമായിരുന്നെന്ന് തന്നെ പറയാം. പക്ഷേ എല്ലാവരെയും വിശ്വസിച്ചതിന് ഈശ്വരൻ തന്ന ശിക്ഷയാണിതെന്ന് പറയൂ. മുറിയിലേക്ക് പോകാൻ നേരം സച്ചി പറയുകയാണ്, ഇവര് തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് അറിഞ്ഞപ്പോഴേ അച്ഛനോട് സംസാരിക്കണമെന്ന് ഞാൻ കരുതിയതാ. ഇപ്പോ കാര്യങ്ങളെല്ലാം ഇത്രയായ സ്ഥിതിക്ക് ഇവരുടെ കാര്യത്തിൽ ഒരു തീരുമാനം കൂടി പറഞ്ഞിട്ട് അച്ഛൻ പോകണം. ഇത് കേൾക്കുന്ന സേതു ദേഷ്യത്തോടെ പറയുകയാണ്, നിന്റെ ഭാര്യയല്ലേ ഇപ്പൊ ഇവിടെ കാര്യങ്ങൾക്കെല്ലാം തീരുമാനമുണ്ടാക്കുന്നത്. നിന്റെ ഭാര്യ തന്നെ കണ്ടുപിടിക്കട്ടെ ഇതിനൊരു പരിഹാരവും. അത്രയും പറഞ്ഞുകൊണ്ട് സേതു ദേഷ്യത്തോടെ മുറിയിലേക്ക് പോവുകയാണ്. തുടർന്ന് മുറിയിലേക്ക് പോകുന്ന അർച്ചന പറഞ്ഞ കാര്യങ്ങളും നടന്ന കാര്യങ്ങളും എല്ലാം ഓർത്ത് ആകെ തകർന്നിരിക്കുന്നതാണ് കാണിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് സച്ചിയാണ്. സച്ചി അവന്തികയോട് പറയുകയാണ്, ഏട്ടത്തി ഇപ്പോൾ അച്ഛനോട് ഒന്നും ചോദിക്കാൻ പറ്റിയ സാഹചര്യമല്ല. ഇവരുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനമെടുക്കണ്ടേ? കേൾക്കുന്ന അർച്ചന പറയുകയാണ്, ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയാം. ആതിര എന്താണെങ്കിലും ഇവിടെ നിൽക്കട്ടെ. അവരുടെ വിവാഹം കഴിഞ്ഞ സ്ഥിതിക്ക് അവൾ ഇവിടെ നിൽക്കുന്നതല്ലേ നല്ലതെന്ന് അർച്ചന ചോദിക്കുമ്പോൾ അവന്തിക പറയുകയാണ്, വേണ്ട, ഇവളിവരെ തിരിച്ച് വൃന്ദാവനത്തിലേക്ക് കൊണ്ടുപോകട്ടെ. ആരെങ്കിലും ചോദിച്ചാ പറഞ്ഞാൽ മതി 3-ാം മാസത്തിന് വിളിച്ചോണ്ട് വന്നതാണെന്ന്. ആതിരയുടെ പേരില് അവന്തികയും അർച്ചനയും തമ്മിൽ വഴക്കുണ്ടാക്കുകയാണ്. ഇവള് ഗർഭിണിയാണെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇവളിനി പെറ്റുകിടന്നാലും ഇവളെ ഞാൻ ഇങ്ങോട്ടേക്ക് കയറ്റാൻ സമ്മതിക്കില്ലെന്ന് അവന്തിക പറയുന്നു. ഇതിന്റെ സമ്മതമില്ലെങ്കിലും ഞങ്ങള് അച്ഛന്റെ സമ്മതം വാങ്ങിക്കോളാം. തുടർന്ന് മാഷിന്റെ അടുത്തേക്ക് ചെന്ന് ആതിരയെ നെല്ലിശ്ശേരിയിൽ നിർത്തണമെന്ന് അർച്ചന പറയുമ്പോൾ അനൂപ് പറയുകയാണ്, അത് പറ്റില്ല. ഞങ്ങൾ എന്താണെങ്കിലും അവളെ ഞങ്ങളുടെ ഒപ്പം കൊണ്ടുപോകും. ഇവളെ ഇവിടെ നിർത്തിയാലും ഇവൾക്ക് ഇനിയുള്ള ഒരു ദിവസവും സമാധാനത്തോടെ ഒന്ന് ഉറങ്ങാൻ പോലും സാധിക്കില്ല. അതിനേക്കാൾ ഭേദം ഇവള് ഞങ്ങളുടെ ഒപ്പം വരുന്നതാ. തുടർന്ന് കമല പറയുകയാണ്, അവന്തിക പറയുന്നതിനൊക്കെ മറുപടി പറയാൻ ഞങ്ങൾക്ക് അറിയാഞ്ഞിട്ടല്ല. ഞങ്ങളുടെ ഒരു മകളും കൂടി ഇവിടുത്തെ മരുമകളാ. അതോർത്തിട്ട് മാത്രമാ ഞങ്ങൾ മിണ്ടാതെ നിൽക്കുന്നത് എന്ന് സച്ചിയും കമലയോട് ആതിരയെ നിർത്താൻ പറയുന്നുണ്ടെങ്കിലും അത് വേണ്ടെന്ന് പറയുകയാണ് കമല. അങ്ങനെ അർച്ചന ചെന്ന അനൂപിനോട് ആതിരയോടെ നിർത്താൻ പറയുമ്പോൾ അനൂപ് പറയുകയാണ്, അതൊന്നും പറ്റില്ല. അതൊക്കെ തീരുമാനിക്കാൻ അനൂപേട്ടനാരാ? അവരിപ്പോ ഭാര്യയും ഭർത്താവുമാ. അവർക്കറിയാം അവരുടെ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ. ഇത് കേൾക്കുന്ന അനൂപ് ദേഷ്യത്തോടെ അർച്ചനയുടെ മുഖമടക്കിയൊന്ന് കൊടുക്കുകയാണ്. എനിക്കറിയാം എന്തു പരിഹാരം ചെയ്യണമെന്ന് എന്ന് അനൂപ് പറയുമ്പോൾ അവന്തിക പറയുകയാണ്, ആ പരിഹാരം ഇവളെ ഈ കുടുംബത്തിലേക്ക് കയറ്റാനാകരുത്. എത്ര വർഷം കഴിഞ്ഞാലും അതൊന്നും നടക്കാനേ പോകുന്നില്ല. ആതിരയുടെ വയറ്റില് സന്ദീപിന്റെ കുഞ്ഞുള്ളതാണ് പ്രശ്നമെങ്കിലേ അതങ്ങ് അബോർഷൻ ചെയ്ത് കളഞ്ഞാൽ മതി. ഇതൊക്കെ അത്രത്തോളമേ ഉള്ളൂ. അതിനിങ്ങനെ നിലവിളിച്ച് കരയേണ്ട കാര്യമൊന്നുമില്ലെന്ന് അവന്തിക പറയുമ്പോൾ അവന്തികയുടെ സംസാരം കേട്ട് എല്ലാവരും ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.